ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹു. മോളെ, ആ വിളി കേട്ടതും ഭയപ്പാടോടെ കിടന്ന ബ്ലാങ്കറ്റിനുള്ളിലേക്ക് കുറച്ചുകൂടി ഊളയിട്ടു ആദിത്യ. കാലൊച്ച അടുത്തു വരും തോറും അവളുടെ ഉള്ളിലെ പേടിയും ശരീരത്തിലെ വിറയലും കൂടിക്കൂടി വന്നു. വെളിച്ചം ആ മുറിയിൽ തെളിഞ്ഞത് അറിഞ്ഞെങ്കിലും അവൾ ആ ബ്ലാങ്കറ്റിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരാൻ തയ്യാറായില്ല. ആദ്യം മോളെ, നീ ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാ ശരിയാവുക? ഒരു പരുപരുത്ത കൈ തന്റെ ഇളമേനിയെ തഴുകുന്നതറിഞ്ഞ് അവൾ കിടന്ന കിടപ്പിൽ ചാടി എഴുന്നേറ്റ് ആ കൈകൾ തട്ടിയെറിഞ്ഞു. അപ്പോൾ അവൾ കണ്ടു, ഒരു വഷളൻ ചിരിയോടെ തന്റെ മുൻപിൽ നിൽക്കുന്ന തന്റെ മുത്തശ്ശൻ. അയാളുടെ കണ്ണിൽ തന്റെ 13 വയസ്സുള്ള പേരക്കുട്ടിയോട് തോന്നിയ സ്നേഹമോ വാത്സല്യമോ ഒന്നുമായിരുന്നില്ല, കാമം, കത്തി നിൽക്കുന്ന കാമം. അയാൾ അടുത്തു വരും തോറും കുഞ്ഞ് ആദിത്യ പിറകിലേക്ക് വേച്ചു വേച്ച് നീങ്ങിക്കൊണ്ടിരുന്നു. അടുത്തേക്ക് വരരുത്, എന്റെ അടുത്തേക്ക് വരരുത്. അവളുടെ വിറകൊണ്ട ശബ്ദം അയാളുടെ ചെവിയിൽ കേട്ടില്ല. തന്റെ മകളുടെ മകൾ എന്ന പരിഗണന അവൾക്ക് കിട്ടിയില്ല. അയാളുടെ മനസ്സിലൂടെ കടന്നുപോയത് അവളുടെ മൃദുലമായ ശരീരവും അത് തനിക്ക് നൽകാൻ കഴിയുന്ന അടങ്ങാത്ത ആസക്തിയുമായിരുന്നു. അതെങ്ങനെ ആദിത്യ മോളെ, നിന്നെപ്പോലൊരു പൂവിനെ കയ്യിൽ കിട്ടിയിട്ട് വെറുതെ അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ ഈ കേണൽ പത്മനാഭന്? നിന്റെ തന്ത തുലഞ്ഞപ്പോൾ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കി വെച്ചിട്ട് ഒരു നസ്രാണിയുടെ കൂടെ ഇറങ്ങിപ്പോയ തന്റെ മകളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ നിന്നെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. നിന്റെ ഇളമേനിയെ ഞാൻ കണ്ടുള്ളൂ. ഇപ്പോൾ നീ ഈ മുത്തശ്ശൻ പറയുന്നത് കേട്ടാൽ നിന്റെ അമ്മയെങ്കിലും വെറുതെ വിടും ഞാൻ, ഇല്ലെങ്കിൽ അവളെയും കൊന്നു തള്ളും ഞാൻ. അയാൾ ഒരു ഉന്മാദിയെ പോലെ പറഞ്ഞ് അവളിലേക്ക് പാഞ്ഞടുത്തു. തന്നിലേക്ക് അടുത്തു വരുന്ന ആ 55കാരനെ തടയാൻ അവൾക്ക് കഴിയില്ല എന്ന് തോന്നിയതിലാവണം അവൾ തന്റെ കുഞ്ഞി കണ്ണുകൾ അടച്ച് പൂട്ടി നിന്നു. ഒരു സെക്കൻഡിൽ അവിടെ ഒരു വെടിയൊച്ച ഉയർന്നു. ആദ്യ തന്റെ കണ്ണുകൾ ഭയപ്പോടെ വലിച്ചു തുറന്നു നോക്കി. തലയിൽ വെടിയുണ്ട തറച്ച രീതിയിൽ കണ്ണുകൾ തുറന്ന് ചത്തു മലച്ചു കിടക്കുന്ന കേണൽ പത്മനാഭൻ. വാതിലിലേക്ക് നോക്കിയപ്പോൾ കണ്ടു തന്റെ അമ്മ ഐശ്വര്യ തോക്കും ചൂണ്ടി കണ്ണിൽ അഗ്നിയുമായി നിൽക്കുന്നു. അമ്മേ! ആദ്യം ഒരൊറ്റ കുതിപ്പിന് അമ്മയുടെ അരികിലേക്ക് ചെന്ന് അവളെ വരിഞ്ഞു മുറുക്കി. അവൾ കയ്യിലിരുന്ന് തോക്ക് താഴേക്കിട്ടു. തന്റെ കുഞ്ഞു മകളെ പൊതിഞ്ഞു പിടിച്ചു. ആദുമോളെ, എന്റെ കുഞ്ഞ് എന്താ ഇത് അമ്മയോട് പറയാഞ്ഞേ? അമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞു മുത്തശ്ശൻ. എനിക്ക് അമ്മ മാത്രമല്ലേ ഉള്ളൂ, ആ കുഞ്ഞ് തന്റെ അമ്മയുടെ മാറിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു. ഐശ്വര്യ ആദ്യയുടെ മൂർധാവിലേക്ക് ചുംബിച്ചു. ചുവരിൽ ഇരുന്ന ഭർത്താവ് ജെയിംസിന്റെ ഫോട്ടോയിലേക്ക് നോക്കി. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ ഒരു കഴുകനും വിട്ടുകൊടുക്കില്ല, അതിനി എന്നെ ജനിപ്പിച്ചവൻ ആയാലും. അവൾ താഴെ കിടക്കുന്ന ശരീരത്തിലേക്ക് ഒന്ന് കാർപ്പിച്ചു തുപ്പിക്കൊണ്ട് പറഞ്ഞു. കേരളത്തെ പിടിച്ചു കുലുക്കിയ കേണൽ കൊലക്കേസിലെ പ്രതിയും മകളുമായ ഐശ്വര്യ ജെയിംസ് ഇന്ന് പുറത്തിറങ്ങുകയാണ്. 3 വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഐശ്വര്യയെ കാത്ത് ഒരു മാധ്യമപ്പട തന്നെ നിന്നിരുന്നു. അവൾ അതൊന്നും കണ്ടില്ല. തിരഞ്ഞത് മുഴുവൻ തന്റെ മകളെയായിരുന്നു. കണ്ണുകൾ ആദ്യയെ തിരഞ്ഞു ചുറ്റും അലഞ്ഞു. അവസാനം കണ്ടു കിട്ടിയതുപോലെ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അഡ്വക്കേറ്റ് ഫാത്തിമയോടൊപ്പം നിൽക്കുന്ന ആദിത്യയിലേക്കായി എത്തിയിരുന്നു. അവൾ ഇപ്പോൾ വളർന്നു വലിയ പെൺകുട്ടിയായിരിക്കുന്നു. അന്ന് മകളെ സംരക്ഷിക്കാനായി ആയുധമെടുത്ത മാതാവിന്റെ അവസ്ഥയെ കണക്കിലെടുത്തും കുറ്റകൃത്യം നടന്ന സാഹചര്യം കണക്കിലെടുത്തും കോടതി അവളുടെ ശിക്ഷ വെറും 3 വർഷത്തേക്ക് മാത്രം ചുരുക്കിയിരുന്നു. അന്നും അവൾ കോടതിയോട് ആവശ്യപ്പെട്ടത് തനിച്ചായി പോയ തന്റെ മകളുടെ സംരക്ഷണം മാത്രമായിരുന്നു. സാഹചര്യം കണക്കിലെടുത്ത് ആദ്യയുടെ സംരക്ഷണം കോർട്ട് വഴി ഫാത്തിമയിൽ എത്തിച്ചേർന്നു. ആദ്യ ഓടി വന്ന് അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. അമ്മേ, ഐ മിസ് യു സോ മച്ച്. തന്നോട് വേറൊന്നും ചോദിക്കാതെയും പറയാതെയും തന്റെ മകൾ തന്നെ മിസ് ചെയ്തു എന്ന് മാത്രം പറഞ്ഞപ്പോൾ അവളെ ചേർത്ത് പിടിച്ച് മൂർധാവിലേക്ക് ചുണ്ടു ചേർത്തു. മാഡം ഒരു അയൺ ലേഡിയാണ്. മാഡം പ്രൂവ് ചെയ്തിരിക്കുകയാണത്. ഇപ്പോൾ മാഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു റിപ്പോർട്ടർ ഓടി വന്ന ഐശ്വര്യയുടെ നേരെ മൈക്ക് നീട്ടിക്കൊണ്ട് ചോദിച്ചു. ഞാൻ ഒരു അയൺ ലേഡി ഒന്നുമല്ല, ഒരു സാധാരണ സ്ത്രീയാണ്, അമ്മയാണ്, എന്റെ കുഞ്ഞിനു വേണ്ടി മാത്രം ജീവിക്കുന്ന അമ്മ. എല്ലാ മാതാപിതാക്കളും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സ്വന്തം കുഞ്ഞിനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കണം. 90% കുട്ടികളും ലൈംഗിക ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാകുന്നു. ചിലപ്പോൾ ഭീഷണിയിൽ മുങ്ങി അതൊന്നും അവർ പുറത്തേക്ക് പോലും പറയാറില്ല. അവരുടെ മനസ്സിൽ അത് വലിയൊരു നോവ് സൃഷ്ടിക്കുന്നു. ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ മാനസിക നില തന്നെ ഇത് തെറ്റിക്കുന്നു. ഇതൊന്നും ഉണ്ടാവാതെ നോക്കേണ്ടതും നമ്മൾ മാതാപിതാക്കളാണ്. കുഞ്ഞുങ്ങൾ നല്ലതും ചീത്തയും എന്തായാലും അമ്മയോടോ അച്ഛനോടോ ആരോടെങ്കിലും ഉള്ളു തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ വേരോടെ വെട്ടിമാറ്റണം. ഇവളുടെ അമ്മ എന്ന നിലയിൽ ഞാൻ അത് ചെയ്തു. ഐശ്വര്യ
ആദ്യയെ ചേർത്ത് പിടിച്ച് മുന്നിലേക്ക് നടന്നുപോയി. അഗ്നി ആകേണ്ടടുത്ത് അഗ്നി ആകണം പെണ്ണ്, ഐശ്വര്യയെ പോലെ. അതും പറഞ്ഞ് റിപ്പോർട്ടർ സൈൻ ഓഫ് പറയുമ്പോഴേക്കും ആദിത്യയും അവളുടെ അമ്മയും അവരുടെ പുതിയ ജീവിതയാത്ര തുടങ്ങിയിരുന്നു.